അവസാനം ഒരു കാര്യം എഴുതി കാണിക്കും. പടത്തിൻ്റെ അവസാനത്തിൽ ഒരു അക്ഷരം മാറ്റിയ ഉള്ളതേ ഉള്ളൂ പടം. അത് നമ്മൾ പ്രതീക്ഷിച്ച ഒന്നുമില്ല, ഒരു സാധാരണ ധ്യാൻ്റെ ഒരു പടം. നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ പിന്നെ അങ്ങോട്ട് സ്പൂഫ് എലമെൻറ്റും കോമഡി എലമെൻറ്റും കുറഞ്ഞ് ത്രില്ലർ എലമെൻറ്റ്. നമ്മൾ മിന്നൽ മുരളിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയില്ലേ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് നോക്കുന്നത്? അത്രയ്ക്കൊന്നുമില്ല. പടത്തിൻ്റെ അവസാനത്തിൽ ഒരു അക്ഷരം മാറ്റിയ ഉള്ളതേ ഉള്ളൂ പടം. അത് നമ്മൾ പ്രതീക്ഷിച്ച ഒന്നുമില്ല, ഒരു സാധാരണ ധ്യാൻ്റെ ഒരു പടം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവസാനം ഒരു കാര്യം എഴുതി കാണിക്കും. കുഴപ്പമില്ല ബ്രോ. സിനിമാറ്റിക് യൂണിവേഴ്സിലെ സ്ഥലത്തിൻ്റെ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. സിനിമ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഒരു സ്പൂഫ് ജോണറിൽ പോകുന്നതാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് സ്പൂഫ് അല്ലെങ്കിൽ അങ്ങനത്തെ തമാശകളൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കുറേ കാര്യങ്ങളെല്ലാം പാളിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫിലുടനീളം നുറുങ്ങ് തമാശകളൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ചിരി ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും അങ്ങനെ തോന്നിയില്ല. അപ്പോൾ അങ്ങനെ പതിഞ്ഞ താളത്തിലാണ് ഇങ്ങനെ സിനിമ ഇങ്ങനെ പോകുന്നത്, ആ ഒരു ഇൻ്റർവെൽ വരെ. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെയാണ്. ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഗ്രാമം, ഇതിനകത്തൊരു സാങ്കല്പിക ഗ്രാമം 80s സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നടക്കുന്ന കുറച്ച് ക്രൈംസ്, തുടക്കത്തിൽ പറയുന്നത് അവിടെ ക്രൈമൊന്നും ഇതുവരെ നടന്നിട്ടില്ല, പെട്ടെന്ന് പൊടുന്നതിനെ ക്രൈം നടക്കുന്നു. അപ്പോൾ ഇതെങ്ങോട്ട് പോകും എന്നുള്ളൊരു സ്വീഡിഷ് മൂവിയുണ്ട് കോപ്സ് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ കഥയിലോട്ട് പോകുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് വ്യത്യസ്ത രീതിയിലാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും കഥ ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ പിന്നെ അങ്ങോട്ട് സ്പൂഫ് എലമെൻറ്റും കോമഡി എലമെൻറ്റും കുറഞ്ഞ് ത്രില്ലർ എലമെൻറ്റ് ഇങ്ങനെ കൂടി പോകും. ഇത് ഇതിപ്പം പ്രഡിക്റ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്കൊന്നും തലപ്പുണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു സാധാരണ പിന്നെയാണ് അങ്ങോട്ട് ത്രില്ലർ എലമെൻറ്റ്സ് പിടിച്ചാണ് സിനിമ പോകുന്നത്. അപ്പം ആ ഒരു റെസിസ്റ്ററിട്ട് പൊട്ടാതെ അവർ കൊണ്ടുപോകുന്നതിൽ ഒരു ടീം വിജയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.